സുഹൃത്തുക്കളെ, ഇത് ഇവിടുത്തെ വാങ്കനോയി നദി ഇങ്ങനെ വളരെ ഇതായിട്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഈ പുഴയുടെ തീരത്തുള്ള ഫുട്പാത്തിൻ്റെ പ്രത്യേകതയാണിത്. വളരെ കമനീയമായി ഇത് അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് വളരെ സുരക്ഷിതമായ രീതിയിൽ, എന്നാൽ മനോഹരമായ രീതിയിൽ തന്നെ അത് വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഫുട്പാത്ത്, അത് കഴിഞ്ഞിട്ടുള്ള പുൽത്തകിടി, അത് കഴിഞ്ഞിട്ട് ഇത് പാർക്കിംഗ് ഏരിയയാണ് ഈ ലൈന്. അതിനപ്പുറത്തുള്ളത് ടൂ വീലേഴ്സ്, സൈക്കിൾ യാത്രക്കാർക്കുള്ള ഇതാണ് ആ ചെറിയ അവിടെ. അത് കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റ് സൈഡിലെ റോഡ്. അത് കഴിഞ്ഞിട്ട് നടുക്ക് ഒരു ഡിവൈഡറാണ്. അത് കേവലം ലൈൻ മാത്രമേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് റൈറ്റ് സൈഡിലാണ്. അതിൽ ഇപ്പുറത്തെല്ലാം ഉണ്ട്. അതെല്ലാം തന്നെ ആ ഡിവൈഡറിന് അപ്പുറവും. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈവേകൾക്ക് പോലും ഇത്രയും സംവിധാനങ്ങളും മറ്റും വന്നിട്ടില്ല. എന്തിന്? നമ്മുടെ പുതിയ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഹൈവേക്ക് പോലും ഇത്രയും സംവിധാനങ്ങളില്ല. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാരെയും കൂടി പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് സംവിധാനം ഇനിയും നമ്മുടെ നാട്ടിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടവും അവിടവും തമ്മിലുള്ള വ്യത്യാസമായി കാണുന്നത്. ഒരു വികസിത രാജ്യവും ഒരു വികസ്വര രാജ്യവും തമ്മിലുള്ള വ്യത്യാസം.